തൃശൂർ പൂര നഗരിയിൽ അസാധാരണ പ്രതിസന്ധി. വെടിക്കെട്ട് അനിശ്ചിതമായി വൈകുന്നു. പുലർച്ചെ 3:30-ക്ക് നടക്കേണ്ട വെടിക്കെട്ടാണ് വൈകുന്നത്. പോലീസുമായുള്ള തർക്കത്തെ തുടർന്ന് തിരുവമ്പാടി ദേവസ്വം പൂരം നിർത്തിവെച്ചു. മഠത്തിൽ വരവ് പൂർത്തിയാകും മുൻപ് പോലീസ് റോഡ് അടച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. പൂരപ്പറമ്പിൽ പോലീസ് രാജ് എന്ന ദേശക്കാർ ആരോപിച്ചു. വെടിക്കെട്ട് വൈകുന്നതിൽ പൂരം കാണാനെത്തുന്നവരും പ്രതിഷേധത്തിലാണ്. അധികാരികൾക്കും ഒരു ഉത്തരവാദിത്വം വേണ്ട. ഇന്നലെ 9:30-ക്ക് വന്നിട്ടുണ്ട. ഇന്ന് സമയത്ത് ഇതിനൊരു ഉത്തരവാദിത്വം ഇവർക്ക് ആൾക്കാർ വേണ്ട. ഇത്ര ആൾക്കാർ എത്ര നാട്ടിൽ നിന്ന് വരുന്ന ഒരു ഉത്തരവാദിത്വം വേണ്ട ഇത്ര ആൾക്കാർക്ക്. ഇനി കാര്യമില്ല. എന്തെങ്കിലും പൊട്ടിക്കുന്ന ഇത്ര ആൾക്കാർ ഉറക്കം വെച്ചിരിക്കുന്നത് തന്നെ എന്തിനാ? ഇതിപ്പോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ പൂരത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ചെയ്തത് വളരെ മോശം. അത് പൂരപ്രേമികൾക്ക് തന്നെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. അത് പല നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഈ പൂരം എന്ന് പറഞ്ഞ എക്സ്പെക്ടേഷൻ ആയിട്ട്. അത് അവർ തെറ്റിച്ചു. അത് ശരിയല്ല. അത് അനൗൺസ് ചെയ്തിട്ട് എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യണം. ആൾക്കാരെ അറിയിക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യണം. അതിൽ സർക്കാർ സംവിധാനങ്ങൾ, നിലവിലത്തെ സംവിധാനങ്ങളെല്ലാ സംവിധാനങ്ങളും പരാജയപ്പെട്ടു. ഈ രാവിലെ മുതൽ പൂരം പ്രമാണിച്ചിട്ട് ഒരുപാട് ദേശങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അവിടെ എല്ലാ പ്രതീക്ഷകളാണ് തെറ്റിച്ചതെന്ന് തൃശ്ശൂർക്കാരെന്ന നില ഞാൻ അതിൽ പ്രതിഷേധിക്കുന്നു. നമ്മൾ എറണാകുളത്ത് നിന്ന് വന്നാണ്. ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. നല്ല സാമ്പിൾ കണ്ടു. ഇന്ന് ഈ പരിപാടി കണ്ടു. എൻ്റെ ഇങ്ങനെ നമ്മളൊക്കെ ദൂരെ നിന്ന് ഒരു വർഷത്തിലൊരു പൂരം കാണാൻ വരുമ്പോൾ, ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ അതിനുള്ളത് ചെയ്യണം. ഇത് തെറ്റായ ഒരു ഇതാണ്. അത് വന്ന ആൾക്കാരെ ഈ ഉറക്കം എഴുപ്പിച്ച് ഇവിടെ ഇരുത്തിയിട്ട് എന്തുണ്ടെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടുത്തെ അധികാരികൾ കാണിക്കണമായിരുന്നു. ജില്ലാ ഭരണകൂടം ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തി. രാവിലെ 6:30-ന് വെടിക്കെട്ട് നടത്തുമെന്ന് പാർമേക്കാവ് അറിയിച്ചു. വെടിക്കെട്ട് നടത്താനുള്ള ഒരുക്കങ്ങൾ തിരുവമ്പാടിയും തുടങ്ങിയിട്ടുണ്ട്. ജെയ്സൺ ചാമവളപ്പിലും ഒപ്പം ദീപക് മലയമ്മയും ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം ജെയ്സൺ ചാമവളപ്പിലേക്ക്. ജെയ്സൺ, ഇതുവരെ കാണാത്തൊരു സാഹചര്യം, ഒരു പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. മഴയടക്കമുണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ ഒഴിവാക്കാമായിരുന്ന ഒരു പ്രതിസന്ധിയായിരുന്നു. കാരണം തൃശൂർ പൂരം അതൊരു വികാരമായിട്ട് തന്നെയാണ് ഒരു ആളുകൾ കാണുന്നത്. അതിനെ അത്രയേറെ ആവേശത്തോടുകൂടിയുമാണ് നമ്മൾ ഇന്നലെ മുതൽ ആ കാഴ്ച കാണുന്നതുമാണ്. ഇന്നിപ്പോൾ ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉടലെടുത്തത്? ഒപ്പം ഈ അവസാനം ഇതിൽ എന്താണ് ഇപ്പോൾ പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുന്നത്? എപ്പോൾ നടത്തുമ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് ഒരുക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അവർ കടന്നിരിക്കുന്നു. ഈ കുഴിമിന്നലുകളൊക്കെ വെച്ച് കഴിഞ്ഞിരിക്കുന്നു, വിരിയാമുട്ടുകൾ വെച്ച് കഴിഞ്ഞിരിക്കുന്നു, പടക്കം കെട്ടുന്നതിൻ്റെ പണിയിലാണിപ്പോൾ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ. അതിനർത്ഥം ഏകദേശം 8:30യോടുകൂടി തന്നെ പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ കുറച്ചുകൂടി വൈകി മാത്രമേ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ആരംഭിക്കൂ. ഈ പ്രതിസന്ധി ഉടലെടുക്കുന്ന ഏകദേശം 11-11:30യോടുകൂടിയാണ്. തിരുവമ്പാടിയുടെ രാത്രി മഠത്തിൽ വരവ് നടക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു പ്രതിസന്ധിയിലേക്കുള്ള ഒരു തുടക്കം ഉണ്ടാകുന്നത്. പക്ഷേ വഴിയിൽ വെച്ച് ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിസ്സഹകരണം മൂലം വലിയ രീതിയിൽ ബാരിക്കേഡുകൾ കെട്ടി ആളുകളെ തടയുക, പൂരത്തിന് വരുന്ന ദേശക്കാരെ തടയുക എന്നടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പൂരം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. പിന്നീട് ആനകളെയും മേളക്കാരെയും പിൻവലിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇടയ്ക്ക് വെച്ച് സിറ്റി പോലീസ് കമ്മീഷണർ തിരുവമ്പാടി ദേവസ്വം വിഭാഗങ്ങളുമായി സംസാരിച്ചെങ്കിലും പരിഹാരമായില്ല. പിന്നീടാണ് അവർ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള സകല പരിപാടികളും അവസാനിപ്പിക്കാൻ തിരുവമ്പാടി തീരുമാനിച്ചതും ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നതും. അതേസമയം തന്നെ വലിയ തോതിൽ ജനങ്ങൾ തൃശൂർ നഗരത്തിൽ തടിച്ചുകൂടിയിരുന്നു. തലേദിവസം, അത് ഇന്നലെ ഏകദേശം 7 മണിയോടുകൂടി തന്നെ പൂരം വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി നിറയെ കെട്ടിടങ്ങൾക്ക് മുകളിലും തെരുവുകളിലും അതുപോലെ തന്നെ സ്വരാജ് റൗണ്ടിന് സമീപത്തെ ഇടവഴികളിലൊക്കെ തിങ്ങി നിറഞ്ഞ ജനമുണ്ടായിരുന്നു. ഏറെ പ്രതീക്ഷയോടുകൂടി എപ്പോൾ പൊട്ടും എന്ന് കാത്തിരിക്കുകയാണ്. ഏകദേശം 3 മണിക്കും 3:15 ഇടയിലാണ് വെടിക്കെട്ട് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇതൊന്നും കാണാതായപ്പോൾ ആളുകൾ രോഷാകുലരായി തുടങ്ങി. പിന്നീടാണ് അറിയുന്നത് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. അതോടുകൂടി ജനം നിയന്ത്രണം വിടുന്ന സ്ഥിതിയുണ്ടായി. വലിയ രീതിയിൽ നിയന്ത്രണം പോലീസ് ഉണ്ടാക്കിയിരുന്നു. അതെല്ലാം ബാരിക്കേഡുകൾ തകർത്ത് സ്വരാജ് റൗണ്ടിലേക്ക് ആളുകൾ കയറുന്നു. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് തോന്നുന്നു. സാധാരണ വെടിക്കെട്ട് നടക്കുന്ന സമയത്തൊന്നും കഴിഞ്ഞ കുറേ വർഷങ്ങളായി അത്തരത്തിൽ സ്വരാജ് റൗണ്ടിലെ തേക്കിങ്ങാട് മൈതാനിയുടെ
ോട് ചേർന്ന സ്ഥലത്ത് ആളുകളെ നിർത്താറില്ല. ഇപ്പോൾ ആളുകൾ ബാരിക്കേഡ് തകർത്ത് വന്ന് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ബാരിക്കേഡ് തകർത്ത് ഇവിടെ ഉള്ളതിനേക്കാൾ ഇരട്ടി തിങ്ങി നിറഞ്ഞ സ്ഥിതിയാണ് അപ്പുറത്ത്. MG റോഡിനും സമീപത്തെ പ്രദേശങ്ങളിലെല്ലാം ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഈ നിയന്ത്രണം എന്തിനാണ് പോലീസ് കൊണ്ടുവന്നതെന്ന് അതിന് വിപരീതമായ ഒരു ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കടുത്ത നിയന്ത്രണങ്ങൾ അത് പ്രായോഗികമല്ലാതെയായി പോയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം പ്രതിഷേധമുണ്ടായത്. ആ പ്രതിഷേധം കനത്തു, ബാരിക്കേഡുകൾ തകർത്തു, ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായി പോലീസിനെതിരെ അടുക്കുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ തന്നെ ജില്ലാ കളക്ടറും അതുപോലെ സിറ്റി പോലീസ് കമ്മീഷണറും വീണ്ടും യോഗം വിളിച്ചു ചേർത്തു. വടക്കുന്നാഥ ക്ഷേത്ര ഓഫീസിനകത്ത് വെച്ചാണ് യോഗം വിളിച്ചത്. അവിടേക്ക് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിന്റെ പ്രതിനിധികളെത്തി. അവിടെ വെച്ച് പോലീസിനെ ഗോബാക്ക് വിളികളുമായി തിരുവമ്പാടി ദേവസ്വത്തിന്റെ വിഭാഗക്കാരും അതുപോലെ തന്നെ പൂരപ്രേമികളും എത്തി. വലിയ രീതിയിൽ സംഘർഷാവസ്ഥ ആ സമയത്ത് ഉടലെടുത്തു. പോലീസ് കുറച്ചു പേർക്ക് നേരെ ലാത്തി വീശുന്ന ഒരു സ്ഥിതിയുണ്ടായി, ബാരിക്കേഡുകൾ തകർക്കുന്ന സ്ഥിതിയുണ്ടായി, പോലീസുമായി കയ്യേറ്റവും വാക്കേറ്റവും ഉണ്ടെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. പിന്നീടാണ് വളരെ പടിപ്പെട്ടാണ് അതിനെ നിയന്ത്രിക്കാൻ തന്നെ കഴിഞ്ഞത്. പിന്നീട് പോലീസും കമ്മീഷണറും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും നടത്തിയ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ വീണ്ടും വെടിക്കെട്ട് നടത്താം എന്ന തീരുമാനത്തിലേക്ക് ഇരു ദേവസ്വങ്ങളും എത്തി. അതേസമയം അത്തരത്തിൽ ചില ആശങ്കകൾ കൂടി വന്നു. ഇപ്പോൾ നാം കാണുന്ന പകലാണ് ഇപ്പോൾ വെടിക്കെട്ട് നടക്കാൻ പോകുന്നത്. ആ പകൽ വെടിക്കെട്ട് കഴിഞ്ഞ് പിന്നീട് നടക്കുന്നത് പകൽ പൂരമാണ്. 7:30 നടക്കേണ്ട പകൽ പൂരം ഇനി എപ്പോൾ നടക്കുമെന്ന ഒരു വ്യക്തതയും ഇല്ലാത്ത സ്ഥിതി. അത്തരത്തിൽ വ്യക്തതയില്ലാതെ ഈ വെടിക്കെട്ട് നടത്തേണ്ടതില്ല എന്ന ഒരു നിലപാട് ഒരു ഘട്ടത്തിൽ വീണ്ടും തിരുവമ്പാടി എടുത്തു. പിന്നീട് മറ്റു പല രീതിയിലുള്ള മന്ത്രി കെ രാജനും അതുപോലെ തന്നെ മറ്റു ആളുകളെല്ലാം ആ രീതിയിലുള്ള ഭരണ സംവിധാനത്തിലെയും അതുപോലെ തന്നെ ഇവരുമായി അടുത്തു നിൽക്കുന്ന നിരവധി ആളുകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് പിന്നീട് ഇപ്പോൾ വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെടിക്കെട്ട് നടത്താതെ വൈകിട്ട് നടത്താമെന്ന നിലപാടായിരുന്നു ആദ്യം തിരുവമ്പാടി എടുത്തത്. പക്ഷേ അതിലേക്ക് പോകേണ്ടതില്ല എന്ന പൊതുവെ ഒരു അഭിപ്രായം ഉയരുകയും ആ സമ്മർദ്ദം ശക്തമാക്കുകയും പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വെടിക്കെട്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പകൽപൂരം നടക്കേണ്ടിയിരുന്നത് 2ാം ദിവസം പകൽപൂരം തുടങ്ങേണ്ടിയിരുന്നത് 7:30-ക്കാണ്. ഇനി എപ്പോൾ ആ പകൽപൂരം നടക്കും? ആ പകൽപൂരം ഏകദേശം ആ പകൽപൂരത്തിൽ കുടമാറ്റം ഉണ്ടാകും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പങ്കെടുക്കുന്ന മേളമുണ്ടാകും. അതുപോലെ തന്നെ അതിനുശേഷം ഉപചാരം ചൊല്ലിപ്പിരിയലുണ്ടാകും. അതിനുശേഷം പകൽപൂരത്തിന്റെ വെടിക്കെട്ട് വേറെയുമുണ്ട്. ഇതൊക്കെ ഇനി എപ്പോൾ നടക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയുമില്ല. ഏതായാലും ഇന്ന് പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് ഇപ്പോഴെങ്കിലും നടക്കട്ടെ എന്ന ആ ഒരു തീരുമാനത്തിലേക്ക് അവസാനം എത്തുകയായിരുന്നു. അതോടുകൂടിയാണ് ആശങ്ക ഒരു പരിധിവരെ ഒഴിയുന്നത്. പക്ഷേ ആശങ്ക പൂർണ്ണമായും ഒഴിയുന്നു എന്ന് നമുക്ക് പൂർണ്ണമായും പറയാനാകില്ല. വരാനിരിക്കുന്ന ചടങ്ങുകളുടെ സമയക്രമങ്ങൾ എങ്ങനെ ക്രമീകരിക്കുമെന്ന കാര്യത്തിൽ പൂരം വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാമെന്ന നിലപാടിലാണ് ഇപ്പോൾ ദേവസ്വങ്ങൾ ഉള്ളത്. അതേസമയം ഇന്നലെ വൈകിട്ട് 7 മണിക്ക് തന്നെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകൾ അവരുടെ എല്ലാ ക്ഷമയും മറ്റ അവസ്ഥയിലാണ്. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ഇരുന്നവർ ഇന്ന് രാവിലെ 7 മണിക്കാണ് ആ പൂരം വെടിക്കെട്ട് കാണുന്നത് എന്ന ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം കൂടിയുണ്ട്. അതിശക്തമായ പ്രതിഷേധം തന്നെയായിരുന്നു തിരുവമ്പാടിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തിരുവമ്പാടി തൃശൂർ സ്വരാജ് റൗണ്ടിൽ കെട്ടിയിരിക്കുന്ന 2 പന്തലുകളുണ്ട്. ആ പന്തലുകളിൽ